വിഷ്ണുപദായ ഭൂതലെ ശ്രീമതേ ജഗദാഗസ്വാമിനാമിനെ നമാചാര്യപദായ നേതായ കൃപപദായ ഗൗരപദാ ദാമദായ നഗരഗ്രാമതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. യോന്ത പ്രവിശ്യവാദിമാം പ്രസുപ്താം ശക്തിം അന്യാം ശരണവിശ്വസകാദീം പ്രാണാം നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ജയ ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ വായിക്കുന്നത് ചൈതന്യ ചരിതാമൃതം ആദിലീല ശ്ലോകം നമ്പർ 52. യാവാനഹം യഥാ പാവം യദ്രൂപഗുണകർമ്മകഃ തൈവ തത്വവിജ്ഞാനം അസ്തു തേ മദത് അനുഗ്രഹാത്. യാവാനഹം യഥാ പാവോ യദ്രൂപഗുണകർമ്മഃ തദൈവ തത്വവിജ്ഞാനം അസ്തു തേ മദനുഗ്രഹാത്. അതിന്റെ വേർഡ് മീൻ യാവാൻ, ഞാൻ എന്റെ ശാശ്വത രൂപത്തിലായതിനാൽ, അഹം ഞാൻ, യഥാ ഏതെല്ലാം രീതിയിൽ, പാവഹ അതീന്ദ്രിയ അസ്തിത്വം, യത് എന്തെല്ലാം, രൂപ വിവിധ രൂപങ്ങളും വർണ്ണങ്ങളും, ഗുണങ്ങൾ, കർമ്മഹ കർമ്മങ്ങൾ, തഥാ ഏവ ശരിക്കും അതുപോലെ, തത്വവിജ്ഞാനം വാസ്തവത്തിലുള്ള സാക്ഷാത്കാരം, അസ്തു ഭവിക്കട്ടെ, തേ ഭവാന്റെ, മത് എന്റെ, അനുഗ്രഹാത് അഹൈതുകമായ കാരണത്താൽ. എന്റെ വിവർത്തനം ശീലപ്രഭുപാദിക്ക്. എന്റെ അഹൈതുക കാരുണ്യത്താൽ എന്റെ അസ്തിത്വം, രൂപം, ഗുണങ്ങൾ, പ്രവർത്തികൾ ഇവയെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് ശരിയായ സാക്ഷാത്കാരം ഉണ്ടാകും. എന്റെ ഭാവാർത്ഥം, ഭഗവാന്റെ അതീന്ദ്രിയ വ്യക്തിരൂപങ്ങൾ ദുർഗ്രാഹ്യമാണ്. ഭൗതിക പദാർത്ഥ നിർമ്മിതങ്ങളായ ഏതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രൂപങ്ങളുടെ ലക്ഷണങ്ങളും നിഗൂഢമാണ്. ശ്യാമസുന്ദരൻ, നാരായണൻ, രാമൻ, ഗൗരസുന്ദരൻ തുടങ്ങിയ എണ്ണമറ്റ രൂപങ്ങൾ, ഈ രൂപങ്ങളിലൂടെ വർണ്ണങ്ങൾ, അതായത് ശ്വേതവർണം, രക്തവർണം, പീതാംബര വർണം, കാർമേക വർണം തുടങ്ങിയവ, പരിശുദ്ധ ഭക്തന്മാരോട് വിനിമയം നടത്തുന്ന പരമപുരുഷനും ശുഷ്ക ഊഹാഭോഗവാദികൾക്ക് അവ്യക്തിഗത ബ്രഹ്മവുമായി കാര്യം നൽകുന്ന അവിടുത്തെ ഗുണങ്ങൾ, ഗോവർദ്ധനാം ദ്വാരകയിൽ 16,000 പരം റാണിമാരെ വിവാഹം ചെയ്തത് ബ്രജയുഗമുണ്ടായിരുന്നുവോ അത്രയും രൂപങ്ങളിൽ സ്വയം വിസ്തരിച്ചതും, ഇവയും എണ്ണമറ്റ മറ്റ് അസാധാരണ പ്രവൃത്തികളുമെല്ലാം ദുർഗ്രാഹ്യങ്ങളാണ്. ഈ രഹസ്യങ്ങളുടെ വീക്ഷണം ലോകമെമ്പാടുമുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട പണ്ഡിതന്മാർ വായിക്കുന്ന അനേകം തത്വജ്ഞാനികൾ ബഹുവിധ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഭഗവത്ഗീതയുടെ ശാസ്ത്രീയ ജ്ഞാനത്താൽ അവതരിച്ചിട്ടുണ്ട്. ഈ രഹസ്യങ്ങളുടെ സത്യം അവരോഹണ ജ്ഞാന പ്രക്രിയയിലൂടെ, ആരോഹണ പ്രക്രിയയിലൂടെ സഹായം കൂടാതെ ബ്രഹ്മാവിന് വെളിപ്പെടുത്തപ്പെട്ടു. ഭഗവത് കാരുണ്യം ബ്രഹ്മാവിനെ പോലുള്ളൊരു ഭക്തനിലേക്കും, ബ്രഹ്മാവിലൂടെ നാരദനിലേക്കും, നാരദിൽ നിന്ന് വ്യാസനിലേക്കും, വ്യാസദേവൻ നിന്നും ശുകദേവൻ തുടങ്ങിയവരിലേക്കും ഗുരുശിഷ്യ ശൃംഖലയിലൂടെ അവരോഹണം ചെയ്യുന്നു. നമ്മുടെ ഭൗതിക ഉദ്യമങ്ങളുടെ
ഭഗവാന്റെ രഹസ്യങ്ങൾ കണ്ടെത്താനാവില്ല. അവ അവിടുത്തെ കാരുണ്യം കൊണ്ട് ഉചിതരായ ഭക്തന്മാർക്ക് മാത്രം വെളിപ്പെടുത്തുന്നു. ഈ രഹസ്യങ്ങൾ വിവിധ നിലവാരത്തിലുള്ള ഭക്തന്മാർക്ക് അവരവരുടെ സേവന മനോഭാവത്തിന്റെ വികാസത്തിന്റെ അനുപാതമനുസരിച്ച് വെളിപ്പെടും. അതായത് മുകളിൽ പ്രതിപാദിച്ച ശ്രവണ കീർത്തനാദി സേവനങ്ങളും വിധേയ മനോഭാവമില്ലാതെ തങ്ങളുടെ അല്പജ്ഞാനത്തിന്റെ അനാരോഗ്യപരമായ ഊഹാഭോഗശീലത്തിന്റെ ശക്തിയെ ആശ്രയിക്കുന്ന അവ്യക്തഗതവാദികൾക്ക് പരമസത്യം അതീന്ദ്രിയ വ്യക്തിനിലയിൽ നിലകൊള്ളുന്നതും ഭൗതിക തന്മാത്രകളുടെ കലർപ്പറ്റതുമായ അതീന്ദ്രിയ മേഖലയിലേക്ക് പ്രവേശിക്കാനാവില്ല. ഭൗതിക തലത്തിൽ നിന്ന് ആധ്യാത്മികതയുടെ മേഖലയിലേക്ക് ഒന്ന് പ്രവേശനം ലഭിക്കാൻ മാത്രം യത്നിക്കുന്ന സാധാരണ ആത്മീയവാദികളാൽ സാക്ഷാത്കരിക്കപ്പെടുന്ന അവ്യക്തഗത ഭാവം ഭഗവാനെ കുറിച്ചുള്ള രഹസ്യത്തെ കണ്ടറിയാൻ നിരാകരിക്കപ്പെടുന്നു. ഓം തത്സത്. പാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യശ്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. നമ്മുടെ അധ്യായത്തിന്റെ പേര് തന്നെ ആധ്യാത്മിക ഗുരുക്കന്മാരെന്നാണ്. അപ്പൊ ഇവിടെ ഭഗവാൻ ബ്രഹ്മാവിന് ജ്ഞാനോപദേശം കൊടുക്കുന്നതാണ് സന്ദർഭം. അപ്പൊ അതിന് തൊട്ട് മുമ്പുള്ള ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്, ഞാൻ ഭഗവാനോട് പറയുന്നത് ദയവായി അതീവ ശ്രദ്ധയോടെ ശ്രവിക്കുക. കാരണം എന്നെക്കുറിച്ചുള്ള അതീന്ദ്രിയ ജ്ഞാനം ശാസ്ത്രീയവും പരമരഹസ്യവുമാണ്. അപ്പൊ അടുത്ത ശ്ലോകത്തിൽ ശ്ലോകി ഭാഗവതം 4 ശ്ലോകം മാത്രം ബ്രഹ്മാവിന് ഉപദേശിക്കുന്നു. ഇപ്പൊ നമുക്കറിയാം, ഭാഗവതം നമ്മൾ വായിക്കുന്ന പഠിക്കുന്ന ഭാഗവതം 12 സ്കന്ധങ്ങളാണ്. അതുപോലെ 18,000 ശ്ലോകവുമുണ്ട്. പക്ഷെ ഇവിടെ ബ്രഹ്മാവിന് 4 ശ്ലോകങ്ങൾ മാത്രമേ പറഞ്ഞു കൊടുക്കുന്നുള്ളൂ. അതിൽ തന്നെ എല്ലാം ഉൾപ്പെടുന്നു. നമ്മൾ അടുത്ത ശ്ലോകത്തിലാണ് അത് വായിക്കുന്നത്. അപ്പൊ ഇവിടെ ആ 4 ശ്ലോകങ്ങളും സംബന്ധ ആഭിധേയ പ്രയോജനം എന്ന തലത്തിലാണ്. നമ്മള് ഭഗവത്ഗീതയും ഇവിടെ ശ്ലോകി ഭഗവത്ഗീതയുണ്ട്. 10-ാം അധ്യായത്തില് 8 മുതൽ 11 വരെയുള്ള ശ്ലോകം. അതും ഇതുപോലെ സംബന്ധ ആധേയ പ്രയോജനം 3ഉമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവിടെ നമ്മള് പറയുന്ന പോലെ ഇപ്പൊ ഭഗവത്ഗീത സംബന്ധ, ശ്രീമദ് ഭാഗവതം ആഭിധേയ, ചൈതന്യ ചരിതം പ്രയോജനം. അതുപോലെ ഭഗവത്ഗീത നമ്മൾ 1 മുതൽ 6 വരെയുള്ള അധ്യായം എടുത്തു കഴിഞ്ഞാൽ കർമ്മയോഗമാണ് പ്രതിപാദിക്കുന്നത്. 7 മുതൽ 12 വരെ ഭക്തിയോഗം, 13 മുതൽ 18 വരെ ജ്ഞാനയോഗം. അപ്പൊ അതില് 7 മുതൽ 12 വരെയുള്ള ശ്ലോകമാണ് അധ്യായമാണ് വളരെ പ്രധാനമായിട്ടുള്ളത്. കാരണം അത് ഭക്തിയോഗത്തെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അപ്പൊ ഭക്തിയോഗത്തിൽ നമുക്കറിയാം 9 പ്രക്രിയകളുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് കൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. അപ്പൊ അവിടെ ശ്രീമദ് ഭാഗവതം അല്ലെങ്കിൽ ഭഗവത്ഗീത ഇതെല്ലാം അതീന്ദ്രിയമാണ്, ശാസ്ത്രീയമാണ്, രഹസ്യമാണ്. ജ്ഞാനമാണ് ഭഗവാൻ നമുക്ക് തരുന്നത്. പക്ഷെ അത് എല്ലാവർക്കും കൊടുക്കുന്നുമില്ല. ഭഗവത്ഗീതയില് 9-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്,
രാജവിദ്യ രാജഗുഹ്യം പവിത്രമിതമുത്തമം പ്രത്യക്ഷാവഗമം ധർമ്മ്യം സുസുഖം കർത്തുമഭ്യം. ദ കിങ് ഓഫ് നോളജ്. രാജവിദ്യയാണ്, പവിത്രമാണ്, പ്രത്യക്ഷ നമുക്ക് നേരിട്ട് ചെയ്യാൻ കഴിയുന്നതിന് സുസുഖം കർത്തുമയോ അതിൽ നമുക്ക് ആനന്ദം ലഭിക്കുകയും ചെയ്യും. അപ്പൊ ആ ഒരു ജ്ഞാനമാണ് നമുക്ക് ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യം കൊണ്ട് നമുക്ക് കിട്ടുന്നു. അപ്പൊ ഇവിടെ രണ്ട് തരത്തിലുള്ള ഗുരുക്കന്മാരെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒന്ന് ചൈത്യഗുരു, അതായത് ഭഗവാൻ തന്നെ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ജ്ഞാനം തരുന്നുണ്ട്. ഇനി ശിക്ഷാഗുരു അല്ലെങ്കിൽ ദീക്ഷാഗുരു എന്ന് പറയുന്നത് പുറമേയുള്ള ഗുരുവാണ്, ബാഹ്യമായിട്ടുള്ള. അപ്പോ ശിക്ഷാഗുരുവും അല്ലെങ്കിൽ ഭക്തന്മാരും നമ്മൾ നേരത്തെ പഠിച്ചു ഭഗവാന്റെ ശക്തികളാണ്, ഭഗവാന്റെ വികാസങ്ങളാണ് എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ ഇവിടെ ഭഗവാൻ പറയാൻ ശ്രമിക്കുന്നത് ചുരുക്കത്തില് ബ്രഹ്മാവിന് കൊടുക്കുകയാണ്. അതായത് നമ്മളെ അധ്യായത്തിന്റെ പേര് തന്നെ ആധ്യാത്മികം. അത് എങ്ങനെ നേടിയെടുക്കാം എന്ന് ഭഗവാൻ പറയുന്നതെന്ന് ചോദിച്ചാൽ ഇത് രഹസ്യമാണ്, എല്ലാവർക്കും കിട്ടുന്നതല്ല. അതായത് ഗുരുശിഷ്യ ശൃംഖലയിലൂടെ അവരോഹണം ചെയ്യുന്നു. നമ്മുടെ ഭൗതിക ഉദ്യമങ്ങളിലൂടെ ഭഗവാൻ രഹസ്യങ്ങൾ കണ്ടെത്താനാവില്ല. അവ അവിടുത്തെ കാരുണ്യം കൊണ്ട് ഉചിതരായ ഭക്തന്മാർക്ക് മാത്രം വെളിപ്പെടുത്തുന്നു. അതും അവരുടെ സേവന മനോഭാവത്തിന്റെ വികാസത്തിന്റെ അനുപാതം അനുസരിച്ച് വെളിപ്പെടും. അപ്പൊ നമ്മൾ എത്രത്തോളം ഭഗവാനെ ആത്മാർത്ഥമായി ശരണം പ്രാപിച്ച് സേവനം ചെയ്യുന്നു അതിനനുസരിച്ചാണ് ഭഗവാൻ നമുക്ക് ജ്ഞാനം വെളിപ്പെടുത്തി തരുന്നത്. ഏ രാമാം പ്രവർത്തിയന്തെ താം സദൈവ ഭജാമ്യഹം എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നു. ഇപ്പൊ ഇവിടെ രണ്ട് തരത്തിലുള്ള ജ്ഞാനത്തെ കുറിച്ച് പറയുന്നുണ്ട്, രണ്ട് രീതിയിൽ. ഒന്ന് ആരോഹണം, ഇനി ഒന്ന് അവരോഹണം. അപ്പൊ ഇവിടെ പറയുന്നത് ആരോഹണ ജ്ഞാന പ്രക്രിയയിലൂടെ അവരോഹണ പ്രക്രിയയുടെ സഹായം കൂടാതെ ബ്രഹ്മാവിന് വെളിപ്പെടുത്തപ്പെട്ടു. ഇത് നേരിട്ട് ഭഗവാൻ കൊടുക്കുന്ന ജ്ഞാനമാണ്. ഇപ്പൊ രണ്ട് രീതിയിൽ. ഒന്ന് നമ്മള് രണ്ട് രീതിയിലുള്ള ജ്ഞാനത്തെ കുറിച്ച് പറയുമ്പോൾ ഒന്ന് ആരോഹണ ക്രിയ, രണ്ടാമത് അവരോഹണ ക്രിയ. ആരോഹണ ക്രിയ എന്നാൽ ഇൻഡക്റ്റീവ്, അതായത് ഊഹാഭവങ്ങളിലൂടെ, അതായത് അനുമാനം, നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ നടത്തി അവസാനം എത്തിച്ചേരുന്നു. പക്ഷെ അതിനൊക്കെ ഒരുപാട് സമയമെടുക്കും. ശാസ്ത്രം നമുക്ക് ഗവേഷണത്തിന്റെ ആവശ്യമില്ല. അപ്പൊ അവരോഹണം എന്ന് പറയുന്നത് ഡിസെൻഡിങ് മെത്തേഡ്, അതായത് ഡിഡക്റ്റീവ്, ഗുരുശിഷ്യ പരമ്പര വഴി നമ്മൾ സ്വീകരിക്കുന്നത്. ഗവേഷണത്തിന്റെ ആവശ്യമില്ല. അപ്പൊ ശ്രുതി എന്ന് പറയുന്നത് അതാണ്. എക്സ്പെരിമെന്റിന്റെ ആവശ്യമില്ല, ഗവേഷണത്തിന്റെ ആവശ്യമില്ല. അപ്പൊ ഇവിടെ ഭഗവാൻ നേരിട്ട് കൊടുക്കുന്നതാണ്. ഇവിടെ എന്താണ് ഭഗവാൻ പറയുന്നത്? സൃഷ്ടിക്ക് ശേഷം, അതായത് സൃഷ്ടിക്ക് മുമ്പ് ഞാൻ മാത്രം, സൃഷ്ടിക്ക് ശേഷം എല്ലാത്തിനും ഞാനുണ്ട്, സംഹാരത്തിന് ശേഷം ഞാനുണ്ട്. അപ്പൊ സൃഷ്ടി, സ്ഥിതി, സംഹാരം ഇത് മൂന്നും ഭഗവാന്റെ നിയന്ത്രണത്തിലാണ്. പിന്നെ രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, അതായത് ആദ്യത്തെ ഇതിൽ വന്നിട്ട് ഭഗവാന്റെ പ്രകൃതത്തെ കുറിച്ചാണ്. രണ്ടാമത്തേതില് ഞാൻ അതിന്റെ ചുരുക്കമാണ് പറയുന്നത്. മായയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഭഗവാൻ നിസ്സംഗനാണ്. മൂന്നാമത്തത് ഭഗവാന്റെ ശക്തികളായ, അതായത് ജീവസത്തകളോടും ഭൗതിക ശക്തികളോടും ഒരേ സമയം ഭിന്നവും
അഭിന്നവുമാണെന്ന് വെളിപ്പെടുത്തുന്നു. അതാണ് അജിൻഭേദ അഭേദ തത്വ എന്ന് പറയുന്നത്. നാലാമത്, ബദ്ധാത്മാവ് നിശ്ചയമായും ഗുരുവിനെ സമീപിക്കണം. സ്വന്തം അസ്തിത്വത്തെക്കുറിച്ചും ഭൗതിക ആത്മീയ ലോകത്തെക്കുറിച്ചും കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇതാണ് ഭഗവാന്റെ ഈ ചതുർശ്ലോകി ഭാഗവതം എന്ന് പറയുന്നത്. ഇതില് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കാനുള്ളത്, നമ്മള് ജ്ഞാനം സ്വീകരിക്കാൻ നമുക്ക് ചില യോഗ്യതകൾ ആവശ്യമുണ്ട്. അതുപോലെ ഗുരു റിയലൈസ്ഡ് ആത്മസാക്ഷാത്കാരം നേടിയ വ്യക്തിക്ക് നമുക്ക് ആത്മീയജ്ഞാനം നൽകാൻ കഴിവുണ്ട്. അപ്പൊ നമ്മൾ ഭഗവത്ഗീത പഠിച്ചു, ശ്ലോകം എനിക്ക് ഓർമ്മ വരുന്നില്ല. ഭഗവത്ഗീത 4-ാം അധ്യായത്തില്, അതായത് നമ്മളൊരു ആധ്യാത്മിക ഗുരുവിനെ സമീപിക്കണം, അദ്ദേഹത്തിനെ കുറിച്ച് മനസ്സിലാക്കണം, അദ്ദേഹത്തിന് ജ്ഞാനം നൽകാൻ കഴിവുണ്ട് എന്ന് പറയുന്ന ഒരു ശ്ലോകം. അപ്പൊ അത് 3 ഗുണങ്ങള് വ്യക്തിക്ക് വേണം പ്രധാനമായിട്ടും. അതിലൊന്നാണ് വിനയം, ഹംബിൾനെസ്. രണ്ടാമത് വിധേയത്വം അല്ലെങ്കിൽ സബ്മിസീവ്നെസ്, കേൾക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടായി. മൂന്നാമത്തേത് സർവീസ് ആറ്റിറ്റ്യൂഡ്, സേവന സന്നദ്ധത. ഈ 3 ഗുണങ്ങള് നമുക്ക് ആവശ്യമാണ്. അപ്പൊ നമ്മൾ വിനയം ഉണ്ടായിരിക്കണം. വിനയത്തോടു കൂടി ഭഗവാന് സേവനം ചെയ്യാനും ഗുരുവിൽ നിന്ന് കേൾക്കാനും ഗുരുവിനെ സേവനം ചെയ്യാൻ തയ്യാറായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ രഹസ്യജ്ഞാനം ഭഗവാൻ നമുക്ക് വെളിപ്പെടുത്തി തരും. അതും ഭക്തന്മാരുടെ കാരുണ്യം കൊണ്ടാണ് നമുക്ക് ഈ ജ്ഞാനം കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഗുരു സേവ വളരെ പ്രധാനം. അല്ലെങ്കിൽ വൈഷ്ണവ സേവ, വൈഷ്ണവനെ സേവിക്കുന്നത് കൊണ്ട് നമുക്ക് ഗുരുവിന്റെ അനുഗ്രഹം കിട്ടും. അപ്പൊ ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം കിട്ടും. അപ്പൊ നമ്മൾ ഭക്തിയിലും പ്രോഗ്രസ് ചെയ്യണമെങ്കിൽ, പുരോഗമിക്കണമെങ്കിൽ നമുക്ക് ഈ ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. അതാണ് ഇവിടെ ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നുണ്ട്. കപിലമുനി ദേവഹുതിയോട് പറഞ്ഞു കൊടുക്കുന്നതാണ് അത്. സദാം പ്രസംഗാൻ മമ വീര്യ സംവിദോ ഭവന്തി ഹൃത്കർണ രസായന കഥഃ തദ്ദൂഷണ അശ്വപവർഗമാനി ശ്രദ്ധാരതി ഭക്തിരനുക്രമിഷ്യതി. അതായത് സദാം പ്രസംഗാൻ മമ വീര്യ സംവിദോ, അതായത് ഭഗവാനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് ഭക്തന്മാരുടെ സമൂഹത്തിൽ മാത്രമാണ്. അപ്പൊ ആ ഭക്തന്മാരുടെ സമൂഹത്തിൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ സന്ദേശങ്ങൾ മനസ്സിലാക്കാൻ പറ്റൂ. അത് കേൾക്കുന്നത് കർണരസായനം എന്ന് പറയുന്നുണ്ട്. കർണരസായനം കഥ ഭക്തന്മാരിൽ കേൾക്കുമ്പോഴാണ് നമുക്ക് മോക്ഷത്തിലേക്കുള്ള വാതിൽ തുറക്കപ്പെടുന്നത്. അപ്പോ ഇത് കേൾക്കുമ്പോൾ നമുക്ക് ദൃഢവിശ്വാസം ഉണ്ടാവും. പതുക്കെ ഭഗവാനോടൊരു ആകർഷണം ഉണ്ടാവും. ആ ആകർഷണത്തിൽ കൂടി നമുക്ക് ഭക്തി വളർത്താൻ കഴിയും. അപ്പൊ ഇവിടെ അപ്പൊ ഒന്ന് നമുക്ക് വേണ്ടത് ഭക്തന്മാരുടെ സംഘം. അപ്പൊ ഒഴിവാക്കേണ്ടത് എന്താണ്? അതും പ്രഭുപാദിൽ പറയുന്നുണ്ട്. ഇന്ദ്രിയസുഖത്തിൽ മാത്രം മുഴുകിയിരിക്കുന്ന ഭൗതികവാദികൾ, അവരുടെ സംഘം നമ്മൾ ഒഴിവാക്കണം. രണ്ടാമത്, ഭഗവത് സേവനത്തിൽ അല്ലെങ്കിൽ ഭഗവത് സേവനത്തിൽ ഏർപ്പെടാത്ത അല്ലെങ്കിൽ വിശ്വാസമില്ലാത്ത
ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും മാത്രം സേവിക്കുന്ന അവിശ്വാസികളുടെ സംഘം നമ്മൾ ഒഴിവാക്കണം. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റാണ്. അപ്പൊ ഇവിടെ പ്രഭുപാദര് ഇവിടെ ഒരു സ്ഥലത്ത് വിൽമങ്കൽ ഠാക്കൂർ, വിൽമങ്കലത്തെ കുറിച്ച് ആ കഥ പറയുന്നുണ്ട്. അതായത് ശ്രീകൃഷ്ണ കർണാമൃതത്തിന്റെ ആദർ വിൽമങ്കലം, അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹം ഭൗതികമായ അത്രയും ഭൗതികമായ ആസക്തി ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ പിന്നീട് അദ്ദേഹം ഭഗവാന്റെ ഏറ്റവും വലിയൊരു ഭക്തനായി തീർന്നു. ഇപ്പൊ നമുക്കറിയാം, അദ്ദേഹത്തിന്റെ ഗുരു എന്ന് പറയുന്നത് ഒരു വേശ്യസ്ത്രീ ആയിരുന്നു. ആ വേശ്യസ്ത്രീയിൽ നിന്നുള്ള ഇൻസ്പിരേഷൻ കൊണ്ടാണ് പിന്നീട് അദ്ദേഹം ഭക്തനായി മാറിയത്. ചിന്താമണി എന്ന് പറയുന്ന അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു മുൻജന്മ ചരിത്രവും പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം സ്ത്രീയോട് ആസക്തി ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അച്ഛന്റെ മരണശേഷം തന്നെ പുരോഹിതനോട് പറയും, പെട്ടെന്ന് ചെയ്യൂ, എനിക്ക് പെട്ടെന്ന് പോണം ആ വേശ്യശ്രീ കാണാനായിട്ട്. എന്നിട്ട് അദ്ദേഹം അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് യാത്രയാവുകയാണ്. നല്ല മഴ ഉണ്ടായിരുന്നിട്ടും ആ മഴയെല്ലാം അതിജീവിച്ച് അദ്ദേഹം പുഴ കടന്ന് ആ വേശ്യശ്രീയെ കാണാൻ പോവുകയാണ്, ചിന്താമണി. അപ്പോ ചിന്താമണി വിചാരിച്ചു ഇത് മഴ ആയതുകൊണ്ട് ഇദ്ദേഹം വരില്ല എന്ന് വിചാരിച്ചു. പക്ഷെ ഈ കൊടും മഴയില് ഈ വിൽമംഗലത്തെ അവിടെ കണ്ടപ്പോ ചിന്താമണി അതിശയിച്ചു പോയി. അപ്പോൾ അദ്ദേഹത്തിനോട് പറയും, എന്നോടുള്ള ഈ ആസക്തി അല്ലെങ്കിൽ സ്നേഹം ഭഗവാനോട് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ രക്ഷപ്പെടുമായിരുന്നു. അപ്പൊ ആ ഒരു വാക്ക് അദ്ദേഹത്തിന് അതൊരു വഴിത്തിരിവായി മാറി, വളരെ സീരിയസ് ആയിട്ട് എടുത്തു. അപ്പൊ അതിനുശേഷമാണ് അദ്ദേഹം അവിടെ നേരെ വൃന്ദാവനത്തിലേക്ക് പോകുന്നതും. ആ വൃന്ദാവനത്തിലേക്ക് പോകുന്ന സമയത്ത് വീണ്ടും അദ്ദേഹം ഒരു സുന്ദരിയായ സ്ത്രീയെ കാണുമ്പോൾ അവരിൽ ആസക്തിയായി അവരെ പുറകെ പോകുന്നു. അപ്പൊ അവരുടെ വീട് വരെ പിന്തുടർന്ന് പോകും. അപ്പൊ ആ സ്ത്രീ ഭർത്താവിനോട് പറയും. അപ്പോ ഭർത്താവ് അദ്ദേഹത്തോട് ചോദിക്കും, അങ്ങൊരു സന്യാസിയെ പോലെയാണല്ലോ, എന്തുകൊണ്ടാണ് എൻ്റെ ഭാര്യയെ പിന്തുടർന്ന് വന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറയും, എനിക്ക് ഈ സ്ത്രീയെ ആലിംഗനം ചെയ്യണം എന്ന് പറയും. അപ്പോ ആ ഭർത്താവ് ഭാര്യയോട് നീ അത് ചെയ്തു കൊടുക്കണം, അണിഞ്ഞൊരുങ്ങി അത് ചെയ്തു കൊടുക്കണം എന്ന് പറയും. കാരണം ഒരു ഭാര്യയുടെ കർത്തവ്യമാണ് ഭർത്താവിനെ അനുസരിക്കുക. കാരണം അവരും അത്രയും ഉയർന്ന നിലവാരത്തിലായിരുന്നു, ഭക്തന്മാരായിരുന്നു. അപ്പോ ആ സന്യാസി സേവിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം അത് പറഞ്ഞത്. പക്ഷെ പിന്നീട് അത് കേട്ടപ്പോ വീണ്ടും അദ്ദേഹത്തിന് പശ്ചാത്താപം ഉണ്ടായി. കുറ്റബോധത്തോടെ അദ്ദേഹം ആ സ്ത്രീയോട് ഒരു ഹെയർ പിൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആ ഹെയർ പിൻ വാങ്ങിച്ച് കണ്ണ് കുത്തി പൊട്ടിക്കുന്ന കഥ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ പിന്നീട് അദ്ദേഹം ഒരു വലിയ ഭക്തനായി വൃന്ദാവനത്തിൽ വന്ന് വസിക്കുകയും ഭഗവാനെ ധ്യാനിക്കുകയും സേവനം ചെയ്യുകയും ചെയ്യും. പക്ഷെ പിന്നീട് ആ ഭഗവാൻ തന്നെ ഒരു വ്രജവാസി രൂപത്തിൽ വന്ന്, ഒരു കൊച്ചുകുട്ടിയുടെ രൂപത്തിൽ വന്ന് അദ്ദേഹത്തിന് വിശന്നിരിക്കുന്ന അദ്ദേഹത്തിന് പാല് കൊടുക്കുന്നതും അദ്ദേഹത്തെ സേവനം ചെയ്യുന്നതുമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഒരു ദിവസം അദ്ദേഹം പുല്ലാങ്കുഴൽ വായിക്കുമ്പോ ആ പുല്ലാങ്കുഴൽ വായനയിൽ ആകൃഷ്ടനായി അദ്ദേഹം ആനന്ദത്താൽ
ഭ്രാന്ത് പിടിച്ചു. അദ്ദേഹത്തിന് ഭഗവാന്റെ രൂപം കാണാനുള്ള ആഗ്രഹമുണ്ടായി. അപ്പോ പിന്നീട് അദ്ദേഹം നമുക്കറിയാം കൃഷ്ണ കർണാമൃതം എഴുതുന്നതും. അപ്പൊ അദ്ദേഹത്തിന്റെ സമാധി ഇപ്പോൾ വൃന്ദാവനത്തിലെ ഗോപിനാഥ് ബസാറില് ഉണ്ട്. പക്ഷെ പലരും പല അഭിപ്രായങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് പറയും. ചിലര് ബംഗാളിലാണ് ജനിച്ചതെന്ന് പറയും, ബംഗാളികള് കേരളത്തിലാണ് ജനിച്ചതെന്ന് പറയും. പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ എനിക്കതിനെ കൂടുതൽ അറിയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പൂർവ്വജന്മത്തെ കുറിച്ച് പറയുമ്പോ അതായത് അദ്ദേഹം പൂർവ്വജന്മത്തിൽ സന്യാസിയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പൂർവ്വജന്മത്തിൽ അദ്ദേഹം സന്യാസിയായിരുന്നു. അദ്ദേഹം ഈ സപ്താഹം, അതായത് ഭാഗവത സപ്താഹം പോലുള്ള കാര്യങ്ങൾ അദ്ദേഹം ഓർഗനൈസ് ചെയ്യുമായിരുന്നു. ഫണ്ട്സ് കളക്ട് ചെയ്ത് അദ്ദേഹം അന്നദാനം ചെയ്യുമായിരുന്നു. അപ്പൊ ഒരിക്കൽ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള പൈസ മുഴുവനും തീർന്നു പോയി. ഈ പരിപാടിക്ക് ഉപയോഗപ്പെടുത്തി പൈസ പോയി. അങ്ങനെ അദ്ദേഹം നടന്നു പോകുന്ന സമയത്താണ് ഒരിക്കല് ഒരു ശവസംസ്കാരം നടക്കുന്നത്. അപ്പൊ അവിടെ ഒരു രാജകുമാരിയുടെ ശരീരം ശവസംസ്കാരം ചെയ്യാനായി അച്ഛൻ തയ്യാറായി നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം നോക്കുമ്പോൾ ആ രാജകുമാരിയുടെ ശരീരത്തില് സ്വർണ്ണാഭരണങ്ങള്, രത്നങ്ങള് എല്ലാം ഉണ്ട്. അപ്പൊ അതോടുകൂടി അടക്കം. അപ്പൊ അദ്ദേഹം അതൊരാഗ്രഹം, എന്തുകൊണ്ട് ഇതെല്ലാം എടുത്ത് ഭഗവാന്റെ സേവനത്തിന് ഉപയോഗപ്പെടുത്തിക്കൂടാ എന്ന് അദ്ദേഹം ചിന്തിക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് നമ്മൾ നോക്കുക. അപ്പൊ അദ്ദേഹം ഒരു പാവ നിലവാരത്തിലുള്ള ഭക്തനായിരുന്നു, സന്യാസിയായിരുന്നു പറയപ്പെടും. പിന്നീട് അദ്ദേഹം അതെടുക്കാൻ പോകുമ്പോ ഒരു അശരീരി സ്റ്റോപ്പ്, നിർത്തൂ, ഇതെടുക്കരുത്, അങ്ങക്കിത് ആവശ്യമുണ്ടെങ്കിൽ കൊട്ടാരത്തിൽ പോയിട്ട് എന്റെ അച്ഛനോട് ചോദിച്ചു വാങ്ങിച്ചു കൊള്ളുക. എന്റെ ബെഡിനരികിൽ ഒരു പെട്ടിയുണ്ട്, അതിലെല്ലാ സ്വർണ്ണാഭരണങ്ങളും രത്നങ്ങളും എല്ലാം ഉണ്ട്, അതെടുത്ത് അങ്ങ് ഉപയോഗപ്പെടുത്തിക്കൊള്ളൂ എന്ന് പറയും. അങ്ങനെ അദ്ദേഹം കൊട്ടാരത്തിൽ പോയി രാജാവിനെ കാണുകയും ആ രാജാവിൽ നിന്ന് എല്ലാം സ്വീകരിക്കുകയും പിന്നീട് അതിനുശേഷം അദ്ദേഹം വീണ്ടും ഇദ്ദേഹം ആ ശവസംസ്കാരം നടന്ന സ്ഥലത്ത് വന്ന് ആ ഡെഡ് ബോഡിയിൽ നിന്നും വീണ്ടും ഇത് എടുക്കാൻ ശ്രമിക്കും. അവിടെയുള്ള ആഭരണങ്ങൾ, ആ ശവശില്പം. അപ്പൊ ആ സമയത്താണ് ആ ശവശരീരം സംസാരിക്കും, അതായത് ശപിക്കുന്നതായിട്ട് കാണാം. നീ അടുത്ത ജന്മത്തില് അധർമ്മ മാർഗം സ്വീകരിക്കും, സ്ത്രീയിൽ ആസക്തനായി തീരും എന്ന് പറയുന്നു. അപ്പൊ ആ ശാപത്തിന്റെ ഒരു ജന്മമായിട്ടാണ് പിന്നീട് അദ്ദേഹം വിൽമംഗലമായിട്ട് ജനിക്കുന്നതും സ്ത്രീയിൽ ആസക്തനായി ആ വേശ്യശ്രീയെ സമീപിക്കുന്നതും. വേശ്യശ്രീ ആ രാജകുമാരിയായിരുന്നു, ആ മരിച്ച രാജകുമാരിയായിട്ടാണ് പറയുന്നത്. ഭക്തിയില് നമ്മൾ പുരോഗമിക്കണമെങ്കിൽ പല കടമ്പകളും അതിജീവിക്കണം. അതായത് നമ്മൾ ഉപദേശാമൃതത്തിലും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഭക്തിയെ വളർത്തുന്ന 6 കാര്യങ്ങള്, ഭക്തിയെ തളർത്തുന്ന 6 കാര്യങ്ങള്, അതുപോലെ ഒരു ഭക്തനും മറ്റൊരു ഭക്തനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് വളരെ വിശദമായി നമ്മൾ ഉപദേശാമൃതം ബുക്കിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മള് ഭഗവാൻ ഈ ഒരു ജ്ഞാനം ബ്രഹ്മാവിന് നൽകുന്നു.
അപ്പോൾ നമുക്ക് ഈ ഭഗവത്ഗീതയിൽ കൂടി നമുക്കും ഇത് ജ്ഞാനം കിട്ടുന്നുണ്ട്. ശ്രീമദ് ഭാഗവത്തിൽ കൂടി നമുക്ക് ഇത് കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് ഭഗവാന്റെ ഭക്തന്മാരുടെ അനുഗ്രഹത്തിലൂടെ മാത്രമേ, അവരുടെ കാരുണ്യത്തിൽ മാത്രമേ നമുക്കിത് ലഭിക്കൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് ആണ് ചൈതന്യ മഹാപ്രഭു എല്ലാവർക്കും ഇത് ഈ ഭഗവാന്റെ കാരുണ്യം അല്ലെങ്കിൽ നാമം ജപിക്കാനുള്ള അവസരം കൊടുക്കുന്നതിന് വേണ്ടി കാരുണ്യ അവതാരമായി എടുത്ത്, അതും ഭക്തന്റെ അവതാരത്തിലാണ്. ഭക്താവതാരം ഭക്താക്കിൻ നമാമി ഭക്തശക്തികം, ഭക്തന്റെ രൂപത്തിൽ അവതരിച്ചു എങ്ങനെ ഈ ഭക്തിയുത സേവനം ചെയ്യാം എന്ന് കാണിച്ചു കൊടുത്തു. അപ്പൊ നമുക്കറിയാം ചൈതന്യ മഹാപ്രഭു ഭക്തന്മാരെ സേവനം ചെയ്യുന്നത്, ഗംഗയുടെ നദിക്കരയിലെല്ലാം പോയിട്ട് ചൈതന്യ മഹാപ്രഭു വയസ്സായ ആൾക്കാരെ കുളിക്കാൻ സഹായിക്കുന്നതും അവരുടെ വസ്ത്രങ്ങളൊക്കെ എടുത്ത് വയ്ക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, പലരും, നമ്മളിപ്പോ കേരളത്തിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവരും ഭഗവാനെ ദർശനം എടുക്കാൻ വരും, ഭഗവാനെ ദർശനം എടുത്ത് തിരിച്ചു പോകും. പക്ഷെ ഇതിനിടയില് ഭഗവാനും എനിക്കും തമ്മിൽ ഒരു മൂന്നാമതൊരാ വ്യക്തി എന്തിന് എന്ന് ചോദിക്കും. പക്ഷെ ഭക്തന്റെ കാരുണ്യം കൊണ്ട് മാത്രമേ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം കിട്ടുള്ളൂ. ഭക്തനെ സേവിക്കാതെ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് കിട്ടില്ല. ഇപ്പൊ നമുക്ക് ഗുരുവായൂരായാലും അല്ലെങ്കിൽ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലായാലും ഒരുപാട് ഭക്തജനങ്ങൾ പോകാറുണ്ട്, ദർശനം എടുക്കാറുണ്ട്. അവര് ദർശനമെടുത്ത് തിരിച്ചു വരും. പക്ഷെ ഭഗവാന്റെ സന്ദേശം പറഞ്ഞു കൊടുക്കുന്നത് ഭക്തനാണ്. ആ ഭക്തനെ സേവിക്കാതെ നമുക്ക് എങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം കിട്ടും? ഇപ്പൊ ഭഗവാന്റെ ഒട്ടനവധി ലീലകള് ഭാഗവതം വിവരിക്കുന്നുണ്ട്. അതാണ് 16,000-ൽ പരം റാണിമാരെ വിവാഹം ചെയ്ത്, ഇതെല്ലാം നമുക്ക് വളരെ അതിശയമായിട്ട് തോന്നും. നാരദമുനി അതിശയമായി എങ്ങനെയാ ഭഗവാൻ ഇത് മാനേജ് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടി അദ്ദേഹം ഓരോ വീട്ടിലും ചെന്നു. 16,000 റാണിമാരുടെ. അപ്പൊ ഓരോ സ്ഥലത്തും ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഭഗവാൻ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഓരോ രീതിയിൽ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് പോയപ്പോ കൃഷ്ണൻ കുട്ടികളോട് ആന കളിക്കുന്നു, ഇനി സ്ഥലത്ത് പോയപ്പോ യജ്ഞങ്ങൾ ചെയ്യുന്നു, ഇനി ഒരു സ്ഥലത്ത് പോയപ്പോ പശുക്കളെ ദാനം ചെയ്യുന്നു, ഇനി ഒരു സ്ഥലത്ത് പോയപ്പോ ഭഗവാൻ ധ്യാനിക്കുന്നു. അപ്പോ ഭഗവാന്റെ ലീലകൾ നമുക്കറിയാം. കാലത്താണ് ഗോവർദ്ധനം ഉദ്ധാരണം ചെയ്തത്, അതുപോലെ രാസലീല നടന്നത്. അപ്പൊ ഇതെല്ലാം നമുക്ക് വളരെ അതിശയമായിട്ട് തോന്നും. പക്ഷെ അതാണ് ഭഗവാന്റെ ശക്തി, ഭഗവാന്റെ ലീലകൾ. അപ്പൊ ഈ ലീലകൾ കേട്ട് വേണം നമ്മൾ കൃഷ്ണാബോധത്തിൽ വരാൻ. അല്ല നമ്മൾ ഭഗവാൻ ഇന്നാരാണ് എന്ന് പറയുമ്പോൾ, അപ്പൊ എന്തുകൊണ്ട് ഭഗവാൻ ഈ ലീലകള് പ്രദർശിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ അതും ഭഗവാന്റെ കാരുണ്യമാണ്. കാരണം ആ ലീലകള് നമുക്ക് വായിക്കാനും കേൾക്കാനും അവസരം കിട്ടുന്നുണ്ട്. അപ്പൊ അത് കേൾക്കുമ്പോൾ നമുക്ക് ആനന്ദം, അല്ലെങ്കിൽ ചില സമയത്ത് അതിശയമുണ്ടാവും. അത് കേൾക്കുമ്പോൾ നമുക്ക് ആനന്ദം ഉണ്ടാവും. ചില മോഷ്ടിച്ച കഥകളെല്ലാം കേൾക്കുമ്പോൾ നമ്മൾ കേട്ട് ഭഗവാന്റെ കഥകൾ കേട്ട് ഊറി ഊറി ചിരിക്കാറുണ്ട്. ഇപ്പൊ ഭഗവാന് ഇവിടെ പറയുന്നത് എണ്ണമറ്റ രൂപങ്ങളുണ്ട്. എണ്ണമറ്റ രൂപങ്ങൾ, വർണ്ണങ്ങൾ. അപ്പൊ ഇതെല്ലാം ഭഗവാൻ ഓരോ അവതാരം എടുക്കുന്നു, ഓരോരോ രീതിയിലുള്ള ലീലകളാണ് ആടുന്നത്. കൃഷ്ണായി വന്നപ്പോ ലീലകള്, ശ്രീരാമചന്ദ്രമൂർത്തിയായിട്ട് വന്നപ്പോ വേറൊരു രീതിയിലുള്ള ലീലകള്, നരസിംഹ അവതാരത്തിന് വേറൊരു ലീല, അങ്ങനെ പല പല രീതിയിലുള്ള ലീലകൾ ഭഗവാൻ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് ഇവയും എണ്ണമറ്റ മറ്റ് അസാധാരണ പ്രവൃത്തികളെല്ലാം ദുർഗ്രാഹ്യങ്ങളാണ്. അപ്പൊ ഇതെല്ലാം സാധാരണ വ്യക്തികൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അവരിത് കേട്ടിട്ട് ഓ ഇതാണോ ഭഗവാൻ എന്ന് ചോദിക്കും. അപ്പൊ അതുകൊണ്ടാ ശ്രീല പ്രഭുപാദർ പറഞ്ഞത്, ശ്രീമദ് ഭാഗവതം 9 സ്കന്ധവും വായിച്ചു കഴിഞ്ഞ ശേഷം മാത്രമേ
നമ്മള് ഇത് ശ്രീമദ് ഭാഗവതം വായിക്കാം. അതുപോലെ ചൈതന്യ ചരിതാമൃതവും നേരത്തെ പറഞ്ഞു. ഭഗവത്ഗീത സംബന്ധമാണെങ്കിൽ ശ്രീമദ് ഭാഗവതം ആതിഥേയ, ചൈതന്യ ചരിതാമൃതമാണ് പ്രയോജനം, കൃഷ്ണപ്രേമത്തെ തരുന്നത്, അതീവ രഹസ്യം, ചൈതന്യ മഹാപ്രഭുവിന്റെ ഭക്തന്മാരുമായിട്ടുള്ള ലീലകൾ. അപ്പൊ അതില് ആദ്യത്തെ ഭാഗത്തിൽ തന്നെ ആദ്യത്തിൽ തന്നെ ആധ്യാത്മിക ഗുരുക്കന്മാരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പൊ എന്തുമാത്രം പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആധ്യാത്മിക ഗുരുവിനെ സ്വീകരിക്കുന്നതും ശിഷ്യ പരമ്പര വഴി നമുക്ക് ജ്ഞാനം സ്വീകരിക്കാനുള്ള ഒരു മനോഭാവം വളർത്തിയെത്തുന്നതും, അതുപോലെ വൈഷ്ണവ സേവനം ചെയ്യുന്നതും വളരെ വളരെ പ്രധാനമാണ്. അപ്പോൾ അത് പല പല കഥകളും അല്ലെങ്കിൽ ഈ ചൈതന്യ ചരിതാമൃതത്തില് നമുക്ക് മനസ്സിലാക്കാം. ഓരോ ഭക്തന്മാരും എങ്ങനെയാണ് ചൈതന്യ മഹാപ്രഭുവിനെ സേവിച്ചത് എന്ന് ചൈതന്യ ചരിതാമൃതം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പോ 5:15 ഇനി 5 മിനിറ്റ്. ഇതിലെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ അതിന്റെ ഒരു ചുരുക്കം പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. ഹരേ കൃഷ്ണ പ്രഭുജി, വില്വമംഗലത്തിന്റെ കഥ പറയുമ്പോൾ അതിനകത്ത് ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. അത് വില്വമംഗലത്തിന് ഒരിക്കലും ഒരു വയറ്റുവേദന വന്നിട്ട് അദ്ദേഹം ഭഗവാനോട് പറഞ്ഞു. ഭഗവാൻ അത് പല പ്രാവശ്യം കേട്ടിട്ടും കേൾക്കാത്ത കണക്കിന് പോകുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു ദേവിയോ കാളിയോ സമീപിച്ചിട്ട് ആ അസുഖം ഭേദമാക്കുന്നുണ്ട്. എന്നിട്ട് അപ്പൊ ഭഗവാൻ എന്ത് എന്താ വില്വമംഗലം വേർദേനയൊക്കെ അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് പിന്നെ ഒരു ജന്മം കൂടെ തുളസിയായിട്ടോ എന്തോ ഇങ്ങനെ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അത് എന്താ സത്യം എന്താണെന്ന് അറിയാമോ? ആയിരിക്കാം. ഞാനതൊക്കെ എനിക്ക് ആ കഥയെ കുറിച്ച് ഡീറ്റെയിൽ ഞാൻ വളരെയധികം അത്രത്തോളം കേട്ടിട്ടില്ല. അങ്ങനെ ഒരു ലീല ഉണ്ടായിരുന്നിരിക്കാം. ചിലപ്പോ നമ്മൾ പല ജന്മങ്ങളുണ്ടല്ലോ, ഇത് ഒരു ജന്മത്തിലെ കാര്യമാണ് പറയുന്നത്. നമ്മൾ ഈ നാഡി ജ്യോതിഷമൊക്കെ നോക്കുമ്പോ ചിലപ്പോ അവര് പറയും എന്തുകൊണ്ട് കുട്ടികളിലായി, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, അങ്ങനെ സംഭവിച്ചു എന്ന് പറയും. അപ്പൊ അവര് ഈ ശാന്തികാണ്ഡമൊക്കെ എടുത്തിട്ട് അവര് പൂർവ്വജന്മത്തിലെ കുറിച്ച് പറയണ്ട. അപ്പൊ അത് ഏത് ജന്മം പറയുന്നില്ല, ഒരു ജന്മത്തിൽ നടന്ന ഒരു സംഗതി കുറിച്ചാണ് പറയുന്നത്. ഇതിന്റെ ഒരു റിയാക്ഷനാണ് നമ്മൾ അനുഭവിക്കുന്നത്. അപ്പൊ ഇതിവിടെ ഒരു ജന്മത്തിലെ കാര്യമാണ് പറയുന്നത്. നമ്മളത് മനസ്സിലാക്കി. ഞാനൊരു കഥ പറഞ്ഞു, അത് എങ്ങനെ അദ്ദേഹത്തിന് അത് വഴിത്തിരിവായി എന്ന് പറയാൻ വേണ്ടിയാണ്. ഞാൻ കേട്ടിട്ടുള്ള ഒരു കഥയാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഗുരുവിനോട് എത്രത്തോളം നമ്മൾ ഒബീഡിയന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഗുരുവിനോട് എത്രത്തോളം വിശ്വാസം ഉണ്ടായിരിക്കണം എന്നത് നമുക്ക് മനസ്സിലാകും. കാരണം ഈ ജീസസ് ക്രൈസ്റ്റിന്റെ ഒരു കഥ പറയുമ്പോൾ, ജീസസ് ക്രൈസ്റ്റിന്റെ ഒരു ശിഷ്യന് ഇതുപോലെ ഒരു വയറ്റുവേദന ഉണ്ടായപ്പോ അദ്ദേഹം ജീസസിനെ സമീപിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു 48 ദിവസവും ഉപവസിക്കണമെന്ന് പറയും. അപ്പൊ അവിടെയുള്ള ശിഷ്യന്മാർക്കും കൂടെ ഉള്ളവർക്കും വലിയ സംശയം, എന്തിനാ ഗുരു ഇങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്? ഇപ്പൊ 48 ദിവസം ഉപവസിച്ചു കഴിഞ്ഞാൽ മരിച്ചു പോകില്ലേ? അപ്പൊ ഇദ്ദേഹം ആദ്യം അത് ഫോളോ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ പിന്നീട് കുറെ ദിവസം കഴിയുമ്പോൾ ഇദ്ദേഹത്തിന് പാലിൽ തേൻ കലക്കിയിട്ട് കൊടുക്കാൻ ശ്രമിക്കും, എന്നിട്ട് തിരിച്ചെടുക്കും, കൊടുക്കാൻ അനുവദിക്കില്ല. അങ്ങനെ പല ആവർത്തി അത് നടന്നു. ഇദ്ദേഹത്തിനെ കൊണ്ട് ഒന്നും കഴിക്കാൻ സമ്മതിയില്ല. പക്ഷെ ഇദ്ദേഹത്തിന്റെ കൂടെയുള്ള ശിഷ്യന്മാർ പലരും വിട്ടുപോയി. പക്ഷെ ഇദ്ദേഹം വളരെ വിശ്വാസത്തോടു കൂടി ആ ഗുരു പറഞ്ഞ ആജ്ഞകള് അനുസരിച്ചു. അപ്പൊ അവസാനത്തെ ദിവസം അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഒരു വിര പുറത്തുവന്നു. കാരണം ആ വിരയ്ക്ക് കഴിക്കുന്നതില്ലാത്തത് കൊണ്ട് ആ വിര പുറത്തു വന്നു. അപ്പൊ മനസ്സിലായി എന്തുകൊണ്ടാണ് ആ ഗുരു, കാരണം ആ വിരയ്ക്കൊന്നും കഴിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് തിരിച്ച് അത് വിരയാണ്
അദ്ദേഹം വയറ്റുവേദന ഉണ്ടാക്കി. അപ്പൊ നമുക്ക് ആധ്യാത്മിക ജീവിതത്തിൽ പുരോഗമിക്കണമെങ്കിൽ ഒന്ന് നമുക്ക് ആ ഭക്തന്മാരിൽ അല്ലെങ്കിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരിക്കണം. അപ്പൊ അതാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. അത് സത്സംഗത്തിലൂടെ മാത്രമാണ് നമുക്ക് വിശ്വാസം വളർത്തിയെടുക്കാൻ സാധിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ ഒരു ശ്ലോകം വായിച്ചത്. അതായത് ദേവഹൂതി പറഞ്ഞു കൊടുക്കുന്ന ഒരു ശ്ലോകമാണ്. തഥാം പ്രസംഗാൻ മമ വീര്യ സംവിധോ ഭവന്തികൃത് കർണരസായന കഥാ തദ്ദോഷണാത് ആശവക്ക വർത്തമാനി ശ്രദ്ധാരതി അനുക്രമിശ്വരി. അപ്പോ പല സ്റ്റേജ് ബൈ സ്റ്റേജ് ആണ് നമുക്ക് ആ ഭക്തി ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്നത്. അതാണ് ആദോ ശ്രദ്ധ സതു സാധു സംഘ. ആദ്യം നമുക്ക് ഒരു വിശ്വാസം വേണം, അതിൽ നിന്നാണ് വളർന്നു വരുന്നത്. സാധുസംഘ അങ്ങനെ ഒരു 9 മെത്തേഡ് പറയുന്നുണ്ട്. അപ്പോ നമ്മൾ ഈ അതിന്റെ പോയിന്റ്സ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അത് യാദൃശ്ചികമായിട്ട് ഭഗവാന്റെ ഒരു അറേഞ്ച്മെന്റിൽ വിൽമംഗലത്തിന് അങ്ങനെ ഒരു സാഹചര്യം കൊടുത്തു ഭഗവാൻ. വീണ്ടും ഭക്തനാവാനായിട്ടൊരു സാഹചര്യം കൊടുത്തു. അത് ആ പൂർവ്വജന്മത്തിൽ അങ്ങനെ ഒരു കഥ നടന്നുള്ളതായിട്ട് ഞാൻ വായിച്ചു, അതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, ഹരേ കൃഷ്ണ. വേറെ എന്തെങ്കിലും അഭിപ്രായം? ഹരേ കൃഷ്ണ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. നന്ദി പ്രഭുജി, വളരെ നന്ദി. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. സംഗീതം നിർത്തിയിട്ടുണ്ട്. ഓക്കെ, ഹരേ കൃഷ്ണ. ഹരേ. എത്രാമത്തെ സ്ലാം വരെ എടുത്ത് പ്രഭു? ഓർമ്മിക്കുക, എല്ലാരും ഓർമ്മിക്കുക. ഇത് ഞാനിപ്പോ വായിച്ചത് 52ാമത്തെ ശ്ലോകമാണ്. ഇനി വായിക്കാനുള്ളത് 53 മുതലാണ്. ശരി പ്രഭു. അപ്പോ അത് ഓർമ്മിക്കുക. 53 ഹരേ കൃഷ്ണ. പ്രണാം പ്രഭുജി, വളരെ നന്ദി. ഹരേ കൃഷ്ണ. താങ്ക് യു. നന്ദി പ്രഭു. ഹരേ കൃഷ്ണ. പ്രണാം പ്രഭു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ.